എല്ലാ മാസവും അടയ്ക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങൾ അടയ്ക്കുന്ന EMI ഭൂരിഭാഗവും പലിശയിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വർഷത്തെ ഹോം ലോൺ വെറും 10 വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ലക്ഷങ്ങൾ ലാഭിച്ച് ഭവന വായ്പ എന്ന ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വരൂ, നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, ഒരു വീട് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്. സ്വന്തമായിട്ട് ഒരു പാർപ്പിടം ആഗ്രഹിക്കാത്ത ആരുമുണ്ടാകില്ല. അത് ഓൾറെഡി ഉള്ളവർ, അച്ചീവ് ചെയ്തവർ ധാരാളം ഇന്നുണ്ട്. ഒരു വീട് കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. കാരണം പണ്ട് കാലത്തൊക്കെ നമുക്ക് വീട് പെട്ടെന്ന് തന്നെ കെട്ടി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. കാരണം അത്രയ്ക്ക് ചിലവ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മളൊരു വീട് കെട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഏകദേശം ഒരു 50 ലക്ഷം രൂപയെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഇന്ന് കെട്ടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 50 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ചെറിയ ഒരു എമൗണ്ട് അല്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴാണ് നമ്മൾ ബാങ്കുകളെയും ബാങ്കിതര സ്ഥാപനങ്ങളെയും സമീപിക്കുകയും വീടിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം അവരിൽ നിന്ന് തേടുകയും ചെയ്യുന്നത്. ഈ ഒരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഹോം ലോൺ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരന് ആശ്രയിക്കാൻ പറ്റുന്ന ഏക ആശ്രയമാണ് ഹോം ലോൺ എന്ന് പറയുന്നത്. കാരണം ഒരു ഫ്ലാറ്റോ വീടോ വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഹോം ലോൺ ഇന്ന് ബാങ്കുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് അടയ്ക്കുക എന്ന് പറയുന്നതാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ ഒരു ഹോം ലോൺ എന്ന് പറയുന്നത് നമ്മളൊരു വാഹന ലോൺ എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്നത് പോലെയോ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇതിൻ്റെ ടെന്യൂർ, ഇതിൻ്റെ കാലാവധി, തിരിച്ചടവ് കാലാവധി 10 മുതൽ 15 മുതൽ 25, 30 വർഷം വരെ കാലാവധിയുള്ള ഹോം ലോണുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇത്രയും വലിയ ഒരു തുക നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 10, 15, 25 വർഷം കൊണ്ട് മാത്രമേ അത് തിരിച്ചടച്ച് വീട്ടാൻ പറ്റുകയുള്ളൂ. കാരണം ഒരു ശരാശരി വരുമാനമുള്ള ഒരാൾക്ക് ആ ഒരു കാലഘട്ടം, ആ ഒരു കാലയളവ് ആവശ്യമാണ്. നമ്മൾ ഒരു വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് എടുക്കുന്നതിൻ്റെ 80% വരെ നമുക്ക് ലോൺ ലഭിക്കുന്നു. ബാങ്കുകളിൽ നിന്നും 80% വരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ്. അതായത് 1 കോടി രൂപയാണ് നിങ്ങൾ വെക്കുന്ന വീട് അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ വിലയെങ്കിൽ 80 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും ലോണായി ലഭിക്കുന്നതാണ്. മറ്റ് ലോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വാഹന ലോൺ, പേഴ്സണൽ ലോൺ അങ്ങനെയുള്ള ലോണുകളുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ഹോം ലോണിൻ്റെ പലിശ നിരക്ക് പൊതുവെ കുറവാണ്. 8 മുതൽ 9% വരെയുള്ള ഒരു ഇൻട്രസ്റ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഹോം ലോൺ ലഭിക്കുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഹോം ലോണിൻ്റെ ടെന്യൂറിനെ കുറിച്ചാണ്. വലിയ ഒരു കാലഘട്ടത്തേക്കുള്ള ഒരു ലോണാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഹോം ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടെന്യൂറിനുള്ളിൽ നിങ്ങൾക്കിത് അടച്ചു തീർക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുമുണ്ട്. നമ്മൾ എടുക്കുന്ന ഹോം ലോൺ ഉപയോഗിച്ചാണ് നമ്മൾ വീട് കെട്ടിപ്പടുക്കുന്നത്, അല്ലേ? ഇൻ കേസ് നമ്മൾ ഈ ലോൺ അടക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ, എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ലോൺ അടക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ബാങ്കിന് ഈ വീട് ജപ്തി ചെയ്യാനുള്ള എല്ലാവിധ അധികാരമുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ലോൺ എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാസത്തിൽ അത് തിരിച്ചടക്കുക എന്നതാണ്. EMI എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പ്രതിമാസം നിങ്ങൾ അടക്കുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് EMI. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ലോണിൻ്റെ EMI നിങ്ങളുടെ മൊത്ത വരുമാനത്തിൻ്റെ 40% കൂടാൻ പാടുള്ളതല്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ ശമ്പളം 1 ലക്ഷം രൂപയാണെങ്കിൽ 40,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങളുടെ EMI കൂടാൻ പാടുള്ളതല്ല. അഥവാ കൂടുകയാണെങ്കിൽ അത് നിങ്ങളുടെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെ ബാധിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ഈ കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളൊരു ലോണിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ ലോൺ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, 40% EMI അടക്കാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ടോ? അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സന്തുലിതാവസ്ഥ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്? ഹോം ലോണിനകത്ത് വരുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? അതായത് നിങ്ങൾ എടുക്കുന്ന തുക എത്രയാണ്? കൂടാതെ എത്രയാണ് അതിൻ്റെ പലിശ നിരക്ക്? ഈ 2 പ്രധാനപ്പെട്ട കോമ്പോണൻസ് ആണ് ഹോം ലോണിൽ പ്രധാനമായിട്ടും വരുന്നത്. ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സിനാരിയോ കൊണ്ടുവരികയാണ്. ഉദാഹരണത്തിന് ഒരു വീട് വെക്കുന്നതിനായിട്ട് 50 ലക്ഷം രൂപ 20 വർഷത്തേക്ക് 9% പലിശ നിരക്കിൽ ഹോം ലോൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് പ്രതിമാസം അടയ്ക്കേണ്ട തുക, EMI ആയിട്ട് അടയ്ക്കേണ്ട തുക 44,986 രൂപയായിരിക്കും. അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ ഈ EMI അടക്കുന്നത് 44,986 × 12 5,39,836 രൂപയാണ് 12 മാസത്തേക്ക് ഒരു വർഷം നിങ്ങൾ അടയ്ക്കേണ്ട തുക. അപ്പോൾ ഈ ടേബിൾ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ വർഷവും നമ്മൾ ഓരോ വർഷവും ലോൺ അടക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ പലിശ നിരക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ചേഞ്ച് ആവുന്നത്
അങ്ങനെയുള്ള കാര്യത്തിൽ സംബന്ധിക്കുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടേബിളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോം ലോണിൻ്റെ EMI കണക്കാക്കുന്നതിനായിട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടേബിൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കിവിടെ 6 കോളങ്ങളിലായിട്ട് ഒരുപാട് ഡാറ്റാസ് ആൻഡ് നമ്പേഴ്സ് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഫസ്റ്റ് ഇയർ ആദ്യത്തെ വർഷം എടുക്കുന്ന സമയത്ത് 44,986 രൂപ പ്രതിമാസം EMI വെച്ച് ഒരു വർഷം നിങ്ങൾ അടക്കുമ്പോൾ 44,986 ഇൻറ്റു 12 5,39,836 രൂപയാണ് നിങ്ങൾ EMI ആയിട്ട് അടക്കുന്നത്. ഇതിൽ 4,46,200 രൂപ പലിശ നിരക്കിൽ മാത്രമാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് മാത്രമാണ് പോകുന്നത്. 93,636 രൂപയാണ് പ്രിൻസിപ്പൽ ഷെയർ ഓഫ് ലോൺ ആയിട്ട് വരുന്നത്. അതായത് നിങ്ങളുടെ മുതലിലേക്ക് പോകുന്ന തുക വെറും 93,636 രൂപയാണ്. അപ്പോൾ ബാക്കി വരുന്ന ലോൺ എമൗണ്ട് എത്രയാണ്? നമ്മൾ ആകെ എടുത്തത് 50 ലക്ഷം, 50 ലാക്സ് റുപ്പീസാണ് നമ്മൾ ആദ്യം എടുത്ത തുക, നമ്മൾ ലോൺ എമൗണ്ട് ആയിട്ട് എടുത്ത തുക. ഇപ്പോഴും നിങ്ങൾക്ക് 49,664 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ എമൗണ്ട് ആയിട്ട് വരുന്നു. അപ്പോൾ അവസാനത്തെ കോളം നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ അടച്ച ലോൺ എന്ന് പറയുന്നത് നിങ്ങൾ 5,39,836 രൂപ അടച്ചതിൽ വെറും 1.87% ലോൺ മാത്രമാണ് നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ടേബിളിൻ്റെ സെക്കൻഡ് ഇയർ കോളത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നമ്മൾ അടച്ച തുക, അതായത് രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ അടക്കുന്ന തുകയും ഏകദേശം 5,39,836 രൂപയാണ്. ഇവിടെ പ്രിൻസിപ്പൽ ഷെയർ ഓഫ് ലോൺ ആയിട്ട് പോകുന്നത് 1,02,419 രൂപയാണ്. പലിശയായിട്ട് പോകുന്നത് 4,37,416 രൂപ. 3.92% ലോൺ നിങ്ങൾ അടച്ചു തീർത്തിരിക്കുന്നു. മൂന്നാമത്തെ വർഷത്തിലേക്ക് വരികയാണെങ്കിൽ സെയിം EMI എമൗണ്ട്, നിങ്ങൾ ഒരു വർഷം അടക്കുന്ന തുക 5,39,836. പലിശ നിരക്കിലേക്ക് പോകുന്നത് വീണ്ടും കുറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 4,37,000 രണ്ടാമത്തെ വർഷം ഉണ്ടായിരുന്നത് 4,27,809 രൂപയായി മാറുകയും പ്രിൻസിപ്പൽ ഷെയർ ഓഫ് ലോൺ എന്ന് പറയുന്നത് 1,12,027 കൂടുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ലോൺ അടച്ച ലോൺ ദാറ്റ് ഹാസ് പെയ്ഡ് ഓൾറെഡി എന്ന് പറയുന്ന കോളത്തിൽ 6.16% മാറിയിരിക്കുന്നു. തീർന്നില്ല. ഇനി നാലാമത്തെ വർഷത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എത്രയാണ് പ്രതിവർഷം നിങ്ങൾ അടക്കുന്നത്? 5,39,836. ഇതിൽ പലിശ ഇനത്തിലേക്ക് പോകുന്നത് വീണ്ടും കുറഞ്ഞു. 4,17,300 പലിശയിലേക്കും 1,22,536 രൂപ മുതലിലേക്കും പോകുന്നു. 8.61% നിങ്ങളുടെ ലോൺ തിരിച്ചടവ് മാറിയിരിക്കുന്നു. അഞ്ചാമത്തെ വർഷവും വ്യത്യസ്തമല്ല. സെയിം എമൗണ്ട്, സെയിം EMI എമൗണ്ട് നിങ്ങൾ അടച്ചു. പലിശ ഇലക്കിലേക്ക് 4,05,805 രൂപ, മുതലിലേക്ക് പോകുന്നത് 1,34,030 രൂപ. ബാക്കി വരുന്ന ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 44,35,352 കുറയുകയും അതിന്റെ ശതമാനം 11.29 മാറുകയും ചെയ്തിരിക്കുന്നു. അഞ്ചാമത്തെ വർഷത്തെ കണക്കാണ് പറഞ്ഞത്. ഇനി ഒരു 4 വർഷം കൂടെ കൂട്ടി 9ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പോകുന്നു. പ്രതിവർഷം സെയിം എമൗണ്ട് 5,39,836. പലിശ ഇനത്തിലേക്ക് പോകുന്ന തുക 3,47,984 കുറയുകയും മുതലിലേക്ക് പോകുന്ന തുക 1,91,882 മാറുകയും ചെയ്യുന്നു. ഇനി എത്ര എമൗണ്ട് ആണ് നിങ്ങൾ ബാക്കി അടയ്ക്കേണ്ടത്? 37,61,143 രൂപയായി നിങ്ങളുടെ ലോൺ എമൗണ്ട് കുറഞ്ഞിരിക്കുന്നു. ആ കുറഞ്ഞ ലോൺ എമൗണ്ടിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 24.78% മാറിയിരിക്കുന്നു. 24.78%. 9ൽ നിന്നും നമ്മൾ നേരെ 14ാം വർഷത്തിലേക്ക് പോവുകയാണ് എന്നിരിക്കട്ടെ. സെയിം എമൗണ്ട് നമ്മൾ അടക്കുന്ന EMI സെയിം. ആ വർഷം നമ്മൾ അടക്കുന്ന EMIയുടെ തുക 5,39,836. പലിശയിലേക്ക് വരുന്ന സമയത്ത്, പലിശ നിരക്കിലേക്ക് അല്ലെങ്കിൽ പലിശ ഇനത്തിലേക്ക് വരുന്ന സമയത്ത് 2,39,457 രൂപയാണ് നിങ്ങൾക്ക് പലിശ മാത്രമായിട്ട് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. മുതൽ എമൗണ്ട് എന്ന് പറയുന്നത് 3,379,000 രൂപയായി കൂടിയിരിക്കുന്നു. ബാക്കി വരുന്ന ലോൺ എമൗണ്ട് എത്രയാണ്? 24,95,698. 50% ലോൺ നമ്മൾ 14ാമത്തെ വർഷം അടച്ചു തീർത്തിരിക്കുന്നു. 18ാമത്തെ വർഷത്തിൽ ഏകദേശം സെയിം എമൗണ്ട് വെച്ച് നമ്മൾ വർഷത്തിൽ അടക്കുന്നു. പലിശയിൽ 1,09,872 മാറുകയും മുതൽ എമൗണ്ട് പ്രിൻസിപ്പൽ ഷെയർ ഓഫ് ലോൺ എമൗണ്ട് 4,29,964 മാറുകയും ചെയ്തിരിക്കുന്നു. 9,84,712 രൂപയാണ് ഇനി നിങ്ങളുടെ ലോണിൽ ബാക്കിയുള്ളത്. 80.31 80.31% ലോൺ എമൗണ്ട് നിങ്ങൾ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി 20 വർഷത്തെ ടെന്യൂറാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 20ാമത്തെ വർഷം നിങ്ങൾ അടക്കുന്ന സമയത്ത് 5,39,836 രൂപ പ്രതിവർഷം നിങ്ങൾ അടക്കുന്നു. പലിശയിലേക്ക് പോകുന്നത് 25,421 ആവുകയും മുതലിലേക്ക് പോകുന്നത് 5,14,414 മാറുകയും
നിങ്ങളുടെ ലോൺ ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി ഒരു എമൗണ്ടും നിങ്ങൾക്ക് ബാക്കിയില്ല. 100% ലോൺ നിങ്ങൾ അടച്ചു തീർന്നിരിക്കുന്നു. ഈ ടേബിളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ വർഷങ്ങളിൽ നമ്മൾ അടക്കുന്ന തുകയുടെ സിംഹഭാഗവും പോകുന്നത് പലിശയിലേക്കാണ്, ഇൻട്രസ്റ്റ് ഭാഗത്തേക്കാണ്, പലിശ നിരക്കിലേക്കാണ് മിക്ക എമൗണ്ടുകളും പോകുന്നത്. വളരെ ചെറിയ ശതമാനം മാത്രമേ നിങ്ങൾ മുതൽ ഇനത്തിലേക്ക് അടക്കുന്നുള്ളൂ. പക്ഷേ ലോൺ നിങ്ങൾ അടച്ചടച്ച് വരുന്ന സമയത്ത്, വർഷങ്ങൾ മാറി മാറി വരുന്ന സമയത്ത് നിങ്ങൾ അടക്കുന്ന തുകയുടെ ഭൂരിഭാഗം എമൗണ്ട് മുതലിലേക്ക് പോവുകയും പലിശ എമൗണ്ട് കുറയുകയും ചെയ്യുന്നു. അതാണ് ഹോം ലോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, നമ്മൾ അടക്കുന്ന എമൗണ്ട്, ഇനീഷ്യലി നമ്മൾ അടക്കുന്ന, ലോൺ എടുത്ത ആദ്യ വർഷങ്ങളിൽ നമ്മൾ അടക്കുന്ന എമൗണ്ടിന്റെ ഭൂരിഭാഗവും പലിശയിലേക്കും ബാക്കിയുള്ള ഭാഗം മാത്രമാണ് മുതലിലേക്കും പോകുന്നത്. പക്ഷെ നമ്മൾ ലോൺ അടച്ചടച്ച് വരുന്ന സമയത്ത് വർഷങ്ങൾ കഴിയും തോറും എമൗണ്ട് കൂടുതൽ പോകുന്നത് മുതലിലേക്കും കുറച്ച് പോകുന്നത് പലിശയിലേക്കുമായി അത് മാറുന്നു. അങ്ങനെയാണ് ഈ ലോൺ അവസാനിക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ് അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഈ ടേബിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പാണ്. കൂടാതെ ഈ ഗ്രാഫ് കണ്ടാലും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഹോം ലോണിൽ എങ്ങനെയാണ് EMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ മാസാവസാനത്തിലും വായ്പയുടെ പ്രധാന എമൗണ്ട് നോക്കിയാണ് പലിശ കണക്കാക്കുന്നത്. എത്രത്തോളം എമൗണ്ട് നിങ്ങൾ അടക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പലിശ ഭാരം കുറയുകയും അത് നിങ്ങളെ ഹോം ലോണിന്റെ ബേർഡനിൽ നിന്നും പുറത്തു വരാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹോം ലോൺ എടുക്കുന്നവർ കഴിയാവുന്നത്ര പ്രീ ടേം പേയ്മെന്റുകൾ നടത്താൻ ശ്രദ്ധിക്കണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് പ്രീ ടേം പേയ്മെന്റ്? നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്ന വരുമാനം, ഫോർ എക്സാമ്പിൾ ശമ്പളത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്, ബോണസ് ലഭിക്കുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അത്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, അല്ലെങ്കിൽ സം എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എല്ലാം ഈ ഒരു ഹോം ലോണിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്നത് നമ്മൾ പ്രതിമാസം അടക്കുന്ന EMIക്ക് അപ്പുറത്തേക്കുള്ള ഒരു തുകയെക്കുറിച്ചാണ്. പ്രതിമാസ EMIയോട് കൂടെ തന്നെ ഈ ഒരു എക്സ്ട്രാ വരുന്ന എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ നമുക്ക് ഹോം ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി 20 വർഷത്തെ ഹോം ലോൺ എങ്ങനെയാണ് 10 വർഷം കൊണ്ട് അടച്ചു തീർക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ടേബിളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. 20 വർഷത്തെ കാലയളവിലാണ് നമ്മൾ ഈ ലോൺ വാങ്ങുന്നത്. ലോണിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 20 ഇയേഴ്സ് ആണ്. പ്രതിമാസം അടയ്ക്കേണ്ട EMI എന്ന് പറയുന്നത് 44,986 രൂപയാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. പലിശ നിരക്കിലേക്ക് നിങ്ങൾ അടയ്ക്കേണ്ട തുക 58 ലക്ഷം രൂപയാണ്. അപ്പോൾ മുതലും പലിശയും ഉൾപ്പെടെ ആകെ അടയ്ക്കേണ്ട തുക 1,08,00,000 രൂപയാണ്. നിങ്ങൾ എടുക്കുന്ന ലോൺ എമൗണ്ട് 50 ലക്ഷം രൂപയാണ് എന്ന് ഓർക്കണം. അതിൽ പലിശ നിരക്കിലേക്ക് മാത്രം 58 ലക്ഷം രൂപ നിങ്ങൾ അടക്കുന്നു. മുതലിലേക്ക് പോകുന്ന 50 ലക്ഷം രൂപ എല്ലാം കൂടെ കൂട്ടി 50 ലക്ഷം എമൗണ്ട് നിങ്ങൾ ലോൺ എടുത്തപ്പോൾ 1,08,00,000 രൂപ നിങ്ങൾ തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് അതെങ്ങനെയാണ് കുറക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഒരു വർഷം അധിക ഗഡുവായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 44,986 രൂപയാണ് പ്രതിമാസ EMI. അപ്പോൾ ഒരു വർഷം ഒരു അഡീഷണൽ ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ നടത്തുന്നു. 12 മാസവും നിങ്ങൾ 44,986 വെച്ച് അടച്ചു. ഒരു മാസം എക്സ്ട്രാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസം എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ 44,986 കൂടെ നിങ്ങൾ അടക്കുകയാണെങ്കിൽ 13 ലക്ഷം രൂപയുടെ പലിശ നിരക്കിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. അതായത് 13 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കുറഞ്ഞു ലഭിക്കുന്നു. അപ്പോൾ ലോണിന്റെ കാലാവധി എന്ന് പറയുന്നത് 20 വർഷത്തിൽ നിന്നും 3 വർഷം കുറഞ്ഞ്, ഇവിടെ കാണാൻ സാധിക്കും 3 ഇയർ, 20 വർഷത്തിൽ നിന്നും 3 വർഷം കുറഞ്ഞ് 17 വർഷമായി മാറിയിരിക്കുന്നു. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിവിടെ 9% പലിശ നിരക്കിലുള്ള ഒരു കണക്കാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രതിമാസം 44,986 ഓരോ മാസവും വെച്ച് നിങ്ങൾ അടക്കുന്നു. നമ്മൾ ആദ്യം ഒരു എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ 2 തവണ, അതായത് 44,986 ഇൻറ്റു 2, ഒരു വർഷം 2 EMI നമ്മൾ എക്സ്ട്രാ അടക്കുകയാണെങ്കിൽ 21 ലക്ഷം പലിശ നിരക്കിൽ 21 ലക്ഷത്തിന്റെ കുറവ് നിങ്ങൾക്ക് വരാം. അപ്പോൾ 44,986 രൂപ ഓരോ മാസം വെച്ച് നിങ്ങൾ അടക്കുമ്പോൾ നിങ്ങൾ ഒരു എക്സ്ട്രാ ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ ഒരു വർഷം കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു 44,986 രൂപ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പലിശ നിരക്കിൽ നിന്നും 13 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലോണിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 3 വർഷം കുറഞ്ഞ് 17 വർഷമായി മാറുന്നു. ഇത് ഒരു ഇൻസ്റ്റാൾമെന്റ് എക്സ്ട്രാ കൊടുക്കുന്ന സമയത്താണ്.
നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ പറയുന്ന കണക്കിൻ്റെ ഏകദേശം 9% പലിശ നിരക്കിലുള്ള ഒരു കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ 44,986 നമ്മൾ 2 ഇൻസ്റ്റാൾമെൻറ്റ് കൂടെ എക്സ്ട്രാ കൊടുക്കുന്നു എന്നിരിക്കട്ടെ. നമ്മൾ ആദ്യം കൊടുത്തത് 1 ഇൻസ്റ്റാൾമെൻറ്റ് എക്സ്ട്രാ ആണ്, അപ്പോൾ 13 ലക്ഷം നമ്മൾ ലാഭിച്ചു. ഇനി 2 ഇൻസ്റ്റാൾമെൻറ്റ് എക്സ്ട്രാ കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് 21 ലക്ഷം രൂപ നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നു. ലോൺ ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷം കൂടെ കുറഞ്ഞ് 15 വർഷമായി മാറുന്നു. ഇനി 3 തവണ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യുന്നു. 44,986 നിങ്ങൾ 3 തവണ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തു എന്നിരിക്കട്ടെ. നിങ്ങളുടെ ലോൺ എമൗണ്ടിൽ നിന്നും നിങ്ങൾ 26,50,000 രൂപ പലിശ നിരക്കിൽ ലാഭിക്കുകയും നിങ്ങളുടെ ലോൺ ടെന്യൂർ 7 വർഷം കൂടെ കുറഞ്ഞ് 13 വർഷമായി മാറുകയും ചെയ്യുന്നു. ഇനി സെയിം എമൗണ്ട് 4 ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുന്നു. 44,986 റുപ്പീസ് നിങ്ങൾ 4 തവണ കൂടെ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ 30,50,000 രൂപ നിങ്ങൾ പലിശ ഇനത്തിൽ ലാഭിക്കുകയും നിങ്ങളുടെ ലോൺ കാലാവധി 20 വർഷത്തിൽ നിന്നും 10 വർഷമായി കുറയുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് 20 വർഷത്തെ ലോൺ 10 വർഷമായിട്ട് ചുരുക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ പ്രതിമാസ EMI 2, 3, 4 തവണ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ, കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടുകൊണ്ട്, കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് നിങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള എമൗണ്ട് ആണെങ്കിലോ നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുന്ന ബോണസ് ആണെങ്കിലോ അങ്ങനെ നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ച് എക്സ്ട്രാ 2, 3, 4 EMI നിങ്ങൾ പ്രതിവർഷം അടക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ലോൺ ടെന്യൂർ കുറയും എന്ന് മാത്രമല്ല, പലിശ നിരക്കിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിൽ ഒരു വലിയ ഭാഗം തന്നെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ പാലിക്കുകയാണ് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഹോം ലോൺ നിങ്ങൾക്ക് അടച്ച് നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ബാക്കിയുള്ള കാലം ജീവിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഹോം ലോൺ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഹോം ലോൺ കാൽക്കുലേറ്റർ വിത്ത് പ്രീ പേയ്മെന്റ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഈ പേജാണ് ഹോം ലോൺ EMI കാൽക്കുലേറ്റർ വിത്ത് പ്രീ പേയ്മെന്റ്സ്. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. ഹോം ലോൺ EMI കാൽക്കുലേറ്റർ വിത്ത് പ്രീ പേയ്മെൻറ്റ്സ്, ടാക്സസ് ആൻഡ് ഇൻഷുറൻസ് എന്ന പേജിലേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ഹോം വാല്യൂ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല. ലോൺ എമൗണ്ടും 50 ലക്ഷം രൂപ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. 9% പലിശ നിരക്ക്. 20 വർഷമാണ് ലോൺ ടെന്യൂർ. ലോൺ ഫീസ് ആൻഡ് ചാർജസ് നമ്മൾ ഒഴിവാക്കുകയാണ്. സ്റ്റാർട്ട് മന്ത് ആൻഡ് ഇയർ എന്ന് പറയുന്നത് ലോൺ ആരംഭിക്കുന്ന മാസവും വർഷവും സെപ്റ്റംബർ 2024. വൺ ടൈം എക്സ്പെൻസസ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. പ്രോപ്പർട്ടി ടാക്സും 0 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻഷുറൻസും 0. മെയിൻ്റനൻസ് എക്സ്പെൻസസ് പെർ മന്ത്, പ്രതിമാസമുള്ള മെയിൻ്റനൻസ് എക്സ്പെൻസസും നമ്മൾ ഒന്നും കാണിക്കുന്നില്ല. പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും അടക്കം, പലിശയും മുതലും അടക്കം നമ്മൾ പ്രതിമാസം EMI ആയി കൊടുക്കേണ്ടത് 44,986 രൂപയാണ് ഇവിടെ കാണിക്കുന്നത്. മന്ത്ലി എക്സ്ട്രാ പേയ്മെൻറ്റ്, പ്രോപ്പർട്ടി ടാക്സസ്, ഹോം ഇൻഷുറൻസ്, മെയിൻ്റനൻസ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ 0 കൊടുത്തത്. അതുകൊണ്ട് 44,986 രൂപയാണ് നമ്മൾ ഒരു മാസം EMI ആയിട്ട് കൊടുക്കേണ്ടത്. ടോട്ടൽ ഓഫ് ഓൾ പേയ്മെൻറ്റ്സ് എന്ന സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ഡൗൺ പേയ്മെൻറ്റ്, ഫീസ് ആൻഡ് വൺ ടൈം എക്സ്പെൻസസ് 0. പ്രിൻസിപ്പൽ എമൗണ്ട് 50 ലക്ഷം രൂപ. പ്രീ പേയ്മെൻറ്റ്സ് ഒന്നും തന്നെ നമ്മൾ തൽക്കാലം കൊടുക്കുന്നില്ല. പലിശ എന്ന് പറയുന്നത് 57,96,711 രൂപയാണ് പലിശ ഇനത്തിലേക്ക് നമ്മൾ മൊത്തമായിട്ട് കൊടുക്കേണ്ടത്. 57,96,711 രൂപ പലിശ മാത്രമായി നമ്മൾ കൊടുക്കണം. അപ്പോൾ 20 വർഷത്തേക്ക് നമ്മൾ മുതലും പലിശയും അടക്കം ബാങ്കിലേക്ക് കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് 1,07,96,711 രൂപയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ആഡ് പ്രീ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. പ്രീ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്ന മാറ്റം എന്ന് നമുക്ക് കണ്ടു നോക്കാം. ആഡ് പ്രീ പേയ്മെൻറ്റ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. മന്ത്ലി, ഇയർലി, ക്വാർട്ടർലി, വൺ ടൈം ഓൺലി, അങ്ങനെ 4 രീതിയിൽ നമുക്ക് പ്രീ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ പ്രതിവർഷമാണ് പ്രീ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എത്രയാണോ EMI അടക്കുന്നത് ആ EMI ഒരു എക്സ്ട്രാ EMI നമ്മൾ അധികം കൊടുക്കുന്നു. ഇവിടെ 44,986 രൂപയാണ് നമ്മുടെ EMI ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വർഷം അടക്കുന്ന EMIക്ക് പുറമെ 44,986 രൂപ എക്സ്ട്രാ ഒരു തവണ കൂടെ നമ്മൾ അടക്കുന്നു എന്നിരിക്കട്ടെ. അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. പ്രീ പേയ്മെൻറ്റ് 44,986 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 42,35,238 പ്രീ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രതിവർഷം നമ്മൾ കൊടുക്കുന്നത് 44,986 രൂപ എല്ലാ വർഷവും നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ
7,64,762 രൂപ 20 വർഷത്തേക്ക് നമ്മൾ പ്രീ പേയ്മെന്റ് ഇനത്തിൽ മാത്രം കൊടുക്കുന്നു. അപ്പോൾ പലിശയിൽ വന്ന മാറ്റം കാണുക. 45,01,403 രൂപയായിട്ട് പലിശ മാറിയതായി നമുക്ക് കാണാം. അതുപോലെ ടോട്ടൽ നമ്മൾ കൊടുക്കേണ്ട തുക 1 കോടിക്ക് മുകളിലുണ്ടായിരുന്ന എമൗണ്ട് ഇപ്പോൾ 95,01,403 രൂപയായി മാറിയിരിക്കുന്നു. ഇനി നമ്മൾ പ്രതിവർഷം 44,986 രൂപ 2 തവണ എക്സ്ട്രാ കൊടുക്കുന്നു എന്നിരിക്കട്ടെ. അതായത് 44,986 ഇൻറ്റു 2 89,972 രൂപയാണ് നമ്മൾ എക്സ്ട്രാ ഒരു 49,986 കൂടെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. ആ സമയത്ത് സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് 37,40,392 രൂപയായി മാറിയിരിക്കുന്നു. പ്രീ പേയ്മെന്റ് ഇനത്തിൽ നമ്മൾ കൊടുക്കുന്നത് 12,59,608 രൂപയായി മാറിയിരിക്കുന്നു. പലിശ വീണ്ടും നമുക്ക് കാണാം 37,01,277 മാറുകയും മൊത്തത്തിൽ നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് 87,01,277 കുറയുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഹോം ലോൺ പേയ്മെന്റ് സ്കെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ സെപ്റ്റംബർ 2024 തൊട്ട് ഓഗസ്റ്റ് 2044 വരെയുള്ള 20 വർഷത്തേക്കാണ് ലോൺ എടുത്തിരിക്കുന്നത്. ഈ ഗ്രാഫ് നമ്മൾ കാണുകയാണെങ്കിൽ ഇവിടെ ഒരു ലൈൻ താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് എന്താണെന്ന് വെച്ചാൽ പലിശയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ്. നമ്മൾ ലോണിലേക്ക് ആദ്യ കാലങ്ങളിൽ അടക്കുന്ന എമൗണ്ടിൻ്റെ ഭൂരിഭാഗവും പലിശ ഇനത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും 2025 48,73,240 രൂപയാണ് മൊത്തം ബാക്കിയായിട്ടുള്ളത്. ലോൺ പെയ്ഡ് ടു ഡേറ്റ് എന്ന് പറയുന്നത് 2.5% മാത്രമാണ്. അതായത് മൊത്തം ലോണിൻ്റെ 2.5% മാത്രമാണ് നമ്മൾ അടച്ചു തീർത്തിട്ടുള്ളത്. അത് ഓരോ വർഷവും മാറി വരുന്ന സമയത്ത് അടക്കുന്ന ലോണിൻ്റെ നമ്മൾ പേ ചെയ്ത ലോണിൻ്റെ ശതമാനം കൂടി വരുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് നമ്മൾ ഓരോ തവണ ലോണിലേക്ക് എമൗണ്ട് അടക്കും തോറും ഓരോ വർഷം കഴിയും തോറും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അടക്കുന്ന എമൗണ്ടിൻ്റെ ഭൂരിഭാഗം പലിശയിലേക്ക് പോവുകയും വർഷം കൂടുന്തോറും അതായത് വർഷങ്ങൾ മാറി വരുന്ന സമയത്ത് അടക്കുന്ന എമൗണ്ടിൻ്റെ ഭൂരിഭാഗം മുതലിലേക്ക് പോവുകയും പലിശയിൽ വരുന്ന എമൗണ്ട് കുറഞ്ഞ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഗ്രാഫിൻ്റെ പോക്ക് അങ്ങനെയാണ്. അതായത് ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ നമുക്ക് കാണാം. അതായത് പലിശ നിരക്കിലേക്ക് നമ്മൾ കൊടുക്കുന്ന തുക ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലോണിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് കാണാം കൂടുതൽ എമൗണ്ട് മുതലിലേക്കാണ് പോകുന്നത്. പലിശയിലേക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് കുറഞ്ഞു വരികയും അങ്ങനെ ലോൺ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഹോം ലോൺ EMI കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾക്ക് പ്രതിമാസം എക്സ്ട്രാ കുറച്ച് എമൗണ്ട് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ലോൺ എമൗണ്ട് കുറയ്ക്കാനും തീർച്ചയായും പലിശ നിരക്ക് കുറയ്ക്കാനും നമ്മുടെ ലോണിന്റെ ഭാരം കുറയ്ക്കാനും അതിന്റെ ടെന്യൂർ കുറയ്ക്കാനും സാധിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. 20 വർഷത്തെ ഹോം ലോൺ എങ്ങനെ 10 വർഷം കൊണ്ട് അടച്ചു തീർക്കാമെന്നും കൂടുതൽ എമൗണ്ട് മുതലിലേക്ക് അടച്ചുകൊണ്ട് എങ്ങനെ ഹോം ലോൺ വളരെ പെട്ടെന്ന് അടച്ചു തീർക്കാമെന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുവരെ ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. Bosswala. Be the boss.